അങ്ങനെ ദൃശ്യം 3യുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ വർഷത്തെ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് മൂവിയിലൊരെണ്ണമാണ് ദൃശ്യം. ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓൾറെഡി ദൃശ്യം ഫസ്റ്റും സെക്കൻഡും കണ്ട ഒരാളെന്ന രീതിയിൽ നല്ല രീതിയിൽ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഈ അടുത്തതിന്റെ ടീസറും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് കൂടുതൽ പറയാൻ മാത്രം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. കാരണം ജസ്റ്റ് 2-3 സീൻസും കാര്യങ്ങളും ജസ്റ്റ് കാണിച്ചു, ജസ്റ്റ് ടീസ് ചെയ്ത് വിട്ടുന്നുള്ളൂ. നമുക്ക് കൂടുതൽ അതിനെ കുറിച്ചൊന്നും പറയില്ല. ഏതായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ട്രെയിലർ കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ഏകദേശം ഒരു 2 മിനിറ്റോളം ഉണ്ട്. 2 മിനിറ്റ് 5 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, കാണാം. യൂസ് ഹെഡ്ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. ഹെഡ്ഫോൺ ഇല്ല, എന്നാലും ഫുൾ സൗണ്ട് കേൾക്കാം. ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇയാളാണ് ഒരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചുണ്ടു പറഞ്ഞത്? ഓ, പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ജോർജോട്ടിനല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ല. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. ജോർജ് ആളൊരു never saw the OG film. What it cost. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ? അവരെ രക്ഷിക്കാനാണെങ്കിൽ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു. സർ, ഇപ്പോഴാണ് നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാം. ആന്റണി ചേട്ടൻ ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ ഫസ്റ്റിനകത്ത് വന്നിട്ട് ആള് ജസ്റ്റ് പോയി, ഇതിനകത്ത് പിന്നെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. 21st May. ഓക്കെ, അതായത് നമുക്ക് സെക്കൻഡ് പാർട്ട് കണ്ടവർക്കറിയാം. അതായത് സെക്കൻഡ് പാർട്ട് ഒരു കൊറോണ ടൈമിലും പരിപാടിയിലൊക്കെയാണ് എടുത്താകുന്നത്. അപ്പം അത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒത്തിരി ആൾക്കാരില്ല. ദൃശ്യം ഫസ്റ്റ് കണ്ടാൽ നമുക്കറിയാം, ദൃശ്യം എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യം നല്ല രീതി എടുത്തൊരു പടമാണ്. അപ്പം സെക്കൻഡ് വന്നപ്പം സ്റ്റോറി കൊണ്ടാണ് സെക്കൻഡ് എന്ന് പറഞ്ഞ പടം പിടിച്ചു നിന്നിട്ടുള്ളത്. മേക്കിംഗ് പക്ക ഒരു എനിക്ക് ഫേവറേറ്റ് ഒരു സീരിയൽ, എനിക്ക് പേഴ്സണലി തോന്നി ഇതാണ് ഒരു സീരിയൽ ടൈപ്പ് ഒരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു ദൃശ്യം സെക്കൻഡിനകത്ത്. പക്ഷേ എൻ്റെ സ്റ്റോറിയിലാണ് പടം നിൽക്കുന്നത്. പക്ഷെ ഇതിനകത്തേക്ക് വരുമ്പോഴും എനിക്ക് സെക്കൻഡിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മേക്കിംഗ് ബെറ്റർ ആയിട്ട് തോന്നുന്നു. ടീസർ കണ്ടപ്പോൾ എനിക്കൊരു പക്ക സെക്കൻഡ് പരിപാടി തന്നെ ആയിട്ട് ഫീൽ ചെയ്തു. ഒരു എന്താണ് ഒരു സീരിയൽ ടൈപ്പ് ഒരു ഫീല് ഇടയ്ക്ക് തോന്നും. പക്ഷേ പിന്നെ നമുക്ക് ജിത്തു ജോസഫിൻ്റെ ഈ അടുത്തായിട്ടുള്ള എല്ലാ പടം ഒരു മേക്കിംഗ് സ്റ്റൈൽ അതൊക്കെ തന്നെയാണ്. പക്ഷേ പുള്ളിയുടെ സ്റ്റോറിയിലാണ്, അതായത് പുള്ളിയുടെ എഴുത്തിലാണ് പടത്തിൻ്റെ ഇത് നിൽക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ കളർ ഗ്രേഡിംഗ് ഒക്കെ കുറച്ച് മെച്ചപ്പെട്ടു തോന്നി. ബട്ട് ദ OG ദൃശ്യം അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യം ഫസ്റ്റിൻ്റെ ഒരു സാധനമുണ്ട്, അത് സുജിത് വാസ്തവ് ചെയ്ത സാധനമുണ്ട്. ആ ഒരു സുജിത് വാസ്തവിനെ ഏൽപ്പിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിന് ഓരോരുത്തരുടെ ഡയറക്ടറിൻ്റെ ഇഷ്ടമാണല്ലോ. മേ ബി പുള്ളി കംഫർട്ടബിൾ ഇവിടെ ആയിരിക്കും, നമുക്കറിയില്ല. പിന്നെ ഇതിനകത്ത് കുറേ ക്യാരക്ടേഴ്സൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. സെക്കൻഡും അല്ല, കുറച്ച് ഇവർ ഇപ്പം സെക്കൻഡ് എനിക്ക് തോന്നുന്നു കൊറോണ ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത്രയ്ക്ക് ഇച്ചിരി പാടുണ്ടായിരുന്നു ആ ടൈമിൽ എടുക്കാൻ കുറേ. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി കൂട്ടം കൂടിയൊന്നും പരിപാടിയൊന്നും പറ്റില്ലായിരുന്നല്ലോ. പക്ഷേ ഇതിലേക്ക് വരുമ്പം ഇപ്പോൾ പുതിയ കുറേ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെക്കൻഡിനകത്ത് നമ്മുടെ അഞ്ജലി നായർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പുതുതായിട്ട്. ഇതിനകത്ത് മുരളി ഗോപിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്തും അവരൊക്കെ തന്നെ ഉണ്ട്. ആശാശരത്തിനെയും സിദ്ദിഖിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ മീഡിയയുടെ എന്തോ ഇൻഫ്ലുവൻസും കാര്യങ്ങളും. അതായത് ഇപ്പം ഫസ്റ്റ് സെക്കൻഡിനകത്ത് നമുക്കറിയാം, സെക്കൻഡിനകത്ത് വീണ്ടും ഒരു കേസ് അന്വേഷിച്ച് പുതിയ നമ്മുടെ മുരളി ഗോപി രണ്ടാമത് റീഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പിന്നെ അതിനൊരു എവിഡൻസ് ശേഖരിച്ചും പരിപാടിയൊക്കെ ആയിട്ട് കഥ മുന്നോട്ട് പോയി. ഈ ട്രെയിലറിൻ്റെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇപ്പം മീഡിയ ഇടപെടുന്നുണ്ട്. കാരണം അതിനകത്തൊരു ഡയലോഗ് പറയുന്നുണ്ട്, മറ്റേ നമ്മുടെ കെട്ടിയോളന്മാരായൊക്കെ പുള്ളിക്കാരി, ഇവളുടെ പേര് ഞാൻ മറന്നുപോയി, ആ പുള്ളിക്കാരി പറയുന്നുണ്ട്, അതായത് മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് തെളിഞ്ഞ് എത്ര കേസുകളുണ്ടെന്ന്. സോ എനിക്ക് തോന്നുന്നു ഈ മീഡിയ ഇവരെ ജോർജ് കുട്ടിയുടെ അടുത്തൊക്കെ ചെന്ന് പല കാര്യങ്ങളും കുത്തി ചോദിച്ചൊക്കെ അറിഞ്ഞ് എന്തെങ്കിലും തുമ്പ് കണ്ടുപിടിക്കും. ഇതിനകത്തൊരു മോഹൻലാൽ ഒരു സഡൻലി റിയാക്ട് പെട്ടെന്നൊരു മൊബൈൽ ഫോണിൽ നോക്കിയിട്ട് ഒരു ഞെട്ടുന്ന പോലത്തെ സീനുണ്ട്. മേ ബി ഈ പടത്തിന് എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ സാധനമൊക്കെ ആയിരിക്കും. അതായത് ഈ മീഡിയ ചകഞ്ഞ് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് എനിക്ക് തോന്നുന്നു അതായിരിക്കും. അതിനെ തുടർന്നുള്ള
കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ പടത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോഴുള്ള കാര്യം ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള പടമാണ്. പക്ഷേ ഞാൻ ഇനിയും വീണ്ടും പോലീസുകാരെ മണ്ടന്മാരാക്കി കഴിഞ്ഞാൽ കേരള പോലീസ് അത്രയൊരു ഇതായി പോകത്തില്ലേ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ പറയാൻ പറ്റില്ല, ജിത്തു ജോസഫിൻ്റെ റൈറ്റിംഗ് ആണ്. നമുക്കറിയാം അദ്ദേഹം മെമ്മറീസ്, ദൃശ്യം എല്ലാം കിട്ടില്ല സാധനങ്ങൾ കുറേ എഴുതിയിട്ടുണ്ട്. ഈവൻ കൂമ്മനാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. പിന്നെ പുള്ളിയുടെ റൈറ്റിങ്ങിലാണ് ഈ പ്രതീക്ഷ. പിന്നെ ദൃശ്യം നമുക്കറിയാം അത് മോശമാകില്ല. ഏതായാലും ട്രെയിലർ കുഴപ്പമില്ല, അത്യാവശ്യം ടീച്ചർ പോലെയല്ല, അത്യാവശ്യം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കളർ ഗ്രേഡിങ്ങും പരിപാടിയൊക്കെ ഇച്ചിരി കൂടി അത്യാവശ്യം ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് മേക്കിംഗ് അല്ലെങ്കിൽ എൻ്റെ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ ദൃശ്യം ഫസ്റ്റിനകത്തുള്ള സിനിമാറ്റോഗ്രാഫിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ട്രെയിലർ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒത്തിരി നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നതല്ല, ഒത്തിരി നമ്മൾ പ്രഡിക്ഷൻ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യമാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഈ ട്രെയിലർ ഡീകോഡിങ്ങും പരിപാടിയൊക്കെ ഇല്ലേ, അതേപോലെ നമ്മൾ ചെയ്ത് നമ്മൾ പല ഇതിൻ്റെ പുറകെ ഒരു ലിമിറ്റിക്കുള്ളിൽ നടന്ന് അവസാനം നമ്മളൊരു പല തിയറീസ് മേക്ക് ചെയ്യുമല്ലോ. നമ്മൾ ഫൈൻഡ് ചെയ്ത തിയറീസ് വല്ലതും ആണ് ഇൻ കേസ് സിനിമയെങ്കിൽ നമുക്ക് ആ ഒരു സിനിമയുടെ ഒരു മാജിക്ക് നമുക്ക് കിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു വലിയ സാധനമാകണം, അല്ലെങ്കിൽ ഒരു സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ എക്സ്പെക്ടേഷനെ ബിയോണ്ട് ആയിട്ടുള്ളൊരു സാധനമാണെങ്കിൽ മാത്രമേ നമ്മൾ സാറ്റിസ്ഫൈഡ് നോർമലി ആകത്തുള്ളൂ. പിന്നെ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഇമോഷണൽ ടൈപ്പ് സാധനമാണ്. പിന്നെ പുള്ളി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കാരണം ദൃശ്യം സെക്കൻഡിലും ഇതൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ബട്ട് വെറുതെ ഇത്രയും ദൃശ്യം എന്ന് പറയുന്ന ഫ്രാഞ്ചൈസ് ഇത്രയും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് ആൾക്കാർ കാത്തു ഇരിക്കുന്നൊരു ഇതൊരു ഫ്രാഞ്ചൈസാണ്. അപ്പോൾ അതിൻ്റെ ഒരു തേർഡ് പാർട്ട് വരുമെന്ന് പറയുമ്പം അത്രയ്ക്ക് ചുമ്മാ എടുക്കില്ല, അത് എല്ലാവർക്കും ഒരു ബോധമുണ്ട്. സോ ജിത്തു ജോസഫിൻ്റെ റൈറ്റിങ്ങിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ലാലേട്ടൻ്റെ അഫ്കോഴ്സ് പെർഫോമൻസ്. ഏതായാലും നമുക്ക് നോക്കാം. പടം ഏതായാലും മെയ് 20 ചുരുങ്ങിയ നാളുകളേ ഉള്ളൂ. നമുക്ക് ഏതായാലും പടം വരുമ്പോൾ കാണാം. അപ്പോൾ ട്രെയിലർ ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമ്പോൾസ് ചെയ്യപ്പെടുക. മറ്റൊരു വീഡിയോ വരുന്നവരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് മൈ.